നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരുന്ന പോർഷൻസിൻ്റെ ഒരു റിവിഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിൻ്റെയും ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്, വളരെ ഷോർട്ടാക്കിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ഓൾമോസ്റ്റ് പഠിത്തം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുന്നേക്ക് റിവൈസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ, അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കഥ അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ക്രിസ്മസ് എക്സാമിന് വരുന്ന പോർഷൻസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള എക്സാമിൻ്റെ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ സക്സസ് എന്നുള്ള പോവാണ് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇറ്റ് ഇസ് എ ട്രിബ്യൂട്ട് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് പെർസിവറൻസ് ആൻഡ് ദി നേച്ചർ ഓഫ് അച്ചീവ്മെന്റ്. അപ്പോൾ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഈ സക്സസിനെ കുറിച്ചാണ് ഇതിനകത്ത് മെയിനായിട്ടും പറയുന്നത്. നമുക്ക് ആ ഒരു നേട്ടത്തിലേക്ക്, നമ്മുടെ എയിമിലേക്ക് എത്താനുള്ള നമ്മുടെ ആ ഒരു ഉത്സാഹം, അതേപോലെ തന്നെ അച്ചീവ് ചെയ്തെടുക്കാൻ, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെയൊക്കെ നേരിടേണ്ടത് എന്നൊക്കെയാണ് നമ്മളൊരു കവിതയിൽ പഠിച്ചത് അല്ലേ. ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ വൺസ് ഓൺ അക്കംപ്ലിഷ്മെന്റ്സ്, അതായത് എനിക്ക് എന്തില്ല എന്നത് നോക്കിയിരിക്കാതെ എനിക്ക് എന്തുണ്ട് എന്നതാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എനിക്കില്ല, പക്ഷെ അവനതുണ്ടല്ലോ, അതുകൊണ്ട് അവനത് നേടി, അങ്ങനെയല്ല വിചാരിക്കേണ്ട. അവനത് ഉണ്ടായിക്കോട്ടെ, അതേസമയം എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻ്റെ കഴിവായിട്ടുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ നേട്ടങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബാരിയേഴ്സ് ലൈക്ക് മൈറ്റി പിരമിഡ്സ് ആൻഡ് ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ് ക്യാൻ ബി ക്രോസ്ഡ് ആസ് പാത്ത് വേസ് ടു സക്സസ്. അതേപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ, പിരമിഡ്സ് പോലെ നിൽക്കുന്നുണ്ടാവും. അതിനെയൊക്കെ ഒരു തടസ്സമായിട്ട് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യാതെ അതിന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്നാണ് പറയണത്, അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് നമ്മുടെ സക്സസ്സിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് അല്ലെങ്കിൽ മാർഗമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെയും മറികടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ദ സക്സസ്ഫുൾ പീപ്പിൾ സ്പെൻഡ് ഇയേഴ്സ് വർക്കിംഗ് ഹാർഡ് അറ്റ് ഇറ്റ്. അതേപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ മുന്നിൽ ഒരുപാട് ആളുകളെ നമ്മൾ കാണും. അവരാരും ഒരു പ്രഭാതം കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും സക്സസ്ഫുൾ ആവുന്നവരല്ല. അവരും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ടൈം എടുത്തിട്ട് തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവരങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടാൻ പാടില്ല. നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളെ നെക്കി മറികടന്ന് നമുക്കും എന്ത് ചെയ്യാൻ സാധിക്കണം, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ സക്സസ്സിലേക്ക് എത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണമെന്നാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഇനി വരുന്നത് സീ ഫീവർ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നത്, സ്പീക്കർ എക്സ്പ്രസ്സസ് എ ഡീപ്പ് ലോങ്ങിങ് ടു സെയിൽ ദ സീസ് അഗെയിൻ. അപ്പോൾ സമുദ്രത്തിലേക്ക് വീണ്ടും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പീക്കറുടെ അതിയായിട്ടുള്ള ആഗ്രഹമാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് കാണുന്നത്. ഹി യേൺസ് ഫോർ ദി ഫ്രീഡം ആൻഡ് അഡ്വഞ്ചർ. അപ്പോൾ ആ ഒരു സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നതിൽ കൂടെ ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ ആ ഒരു സാഹസികതയൊക്കെ, അഡ്വഞ്ചറൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അതിയായിട്ട് കൊതിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. He just need a tall ship and the wind song to enjoy the grey mist and grey dawn. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് എന്ത് മാത്രമേ വേണ്ടുള്ളൂ, ഒരു ഷിപ്പ്, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഷിപ്പ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വിൻഡിൻ്റെ, കാറ്റിൻ്റെ ആ ഒരു സംഗീതം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു മിസ്റ്റ്, അതായത് മഞ്ഞും അതേപോലെ തന്നെ ആ പ്രഭാതവും രാവിലെയും അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക സന്ധ്യാസമയവും ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അത് ഫുള്ളൊന്നും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് മാത്രമേ വേണ്ടുള്ളൂ, ആ ഒരു വലിയ ഷിപ്പും അതേപോലെ തന്നെ ആ വിൻഡിൻ്റെ സോങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു അഡ്വഞ്ചറിലേക്ക് പോകാനായിട്ട് റെഡിയാണ്. ദ സീസ് കോൾ ഈസ് ഇറസിസ്റ്റിബിൾ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ ഒരു സമുദ്രത്തിൻ്റെ ആ ഒരു വിളി, അപ്പോൾ അതിലേക്ക് കടലിങ്ങനെ വിളിക്കുകയാണ് അദ്ദേഹത്തിന്, എന്നിലേക്ക് വരൂ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ അതൊരിക്കലും റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത, തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ഒരു വിളി കേട്ടില്ല എന്നടിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഹി ഫീൽസ് ആൻ ഇൻറ്റൻസ് ഡിസയർ ടു റിട്ടേൺ ടു ദ വിൻഡി ഡേ ആൻഡ് സീഗൾ ക്രൈങ്. അപ്പോൾ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം തോന്നുകയാണ് എന്തിനു വേണ്ടിയിട്ട്, ആ ഒരു കാറ്റൊക്കെ വീശുന്ന നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് സീഗൾ ക്രൈങ്, ഇങ്ങനെ എന്താ പറയുക സമുദ്രത്തിലുള്ള ജീവികളൊക്കെ ശബ്ദമുണ്ടാക്കുന്ന ആ ഒരു എന്താ പറയുക അന്തരീക്ഷത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം തോന്നുകയാണ്. സെൻസ് ഓഫ് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് വാണ്ടർലസ്റ്റ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര എന്താ പറയുക ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും റെസ്റ്റ്ലെസ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ സമുദ്രത്തിൽ എൻജോയ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക അത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള ഒരു ആഗ്രഹമുള്ളവരാണ് നമ്മൾ വാണ്ടർലസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ആഗ്രഹങ്ങളും സന്തോഷങ്ങളും.
All he asks are some happy stories, quiet sleep and a sweet dream. അപ്പോൾ അദ്ദേഹം എനിക്ക് കുറേ പൈസ വേണമെന്നോ അല്ലെങ്കിൽ കുറേ ഫുഡ് വേണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല പറയണത്. അദ്ദേഹം മെയിനായിട്ട് എന്താ പറയണേ, കുറേ കഥകൾ എനിക്ക് കേൾക്കണം, ഇത്തരത്തിൽ സഞ്ചാരികളായിട്ടുള്ള ആളുകളിൽ നിന്നും കുറേ കഥകൾ എനിക്ക് കേൾക്കണം, അതേപോലെ കുറച്ച് ശാന്തമായിട്ടുള്ള ഉറക്കം എനിക്ക് കിട്ടണം, അതേപോലെ തന്നെ എന്താണ് സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കാണാൻ എനിക്ക് സാധിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു റെഡിയാണ്, വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു സമുദ്രത്തിലൂടെ കടലിൽ കൂടെ യാത്ര ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കാനായിട്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സമുദ്രത്തിലേക്ക് പോകാനുള്ള ഒരു അതിതീവ്രമായ ആഗ്രഹമാണ് ഈ ഒരു കവിതയിൽ കാണുന്നത്. സീ ഫീവർ എന്നുള്ള ചാപ്റ്ററിനകത്ത് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇത് മെയിനായിട്ടും വരുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ ദ സാഗ ഓഫ് ടിഫിൻ കാരിയേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് അറിയുമായിരിക്കും. എന്താ ഇതിൽ മെയിനായിട്ട് പറയണം, ടിഫിൻ കാരിയേഴ്സ്, അതായത് ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് എ ഗ്രൂപ്പ് ഓഫ് ടിഫിൻ കാരിയേഴ്സ് ഓൾസോ നോൺ ആസ് ഡബ്ബാവാലാസ്. ഡബ്ബാവാലാസിനെ കുറിച്ച് പറയണമല്ലോ. അപ്പോൾ ആ ഒരു ടേം എന്തായാലും ഓർത്ത് വയ്ക്കുക, ഡബ്ബാവാലാസ്. അപ്പോൾ ആരാണ് ഡബ്ബാവാലാസ്? അപ്പോൾ ഇത്തരത്തിൽ ടിഫിൻസ് കൊണ്ടുപോകുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചാപ്റ്ററിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് നേരത്തെ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഏർലി മോർണിംഗ് ഒക്കെ എണീച്ച് വീട്ടിൽ നിന്ന് ജോലിക്ക് ദൂരത്തേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് വീട്ടിൽ നിന്ന് അവനവൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഫുഡിനെ അവരുടെ ഓഫീസിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഈ ഡബ്ബാവാലാസ്. അപ്പോൾ അവരുടെ ഒരു കഥയാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. ദേ ഡെലിവർ ഹോം കുക്ക്ഡ് മീൽസ് ടു ഓഫീസ് വർക്കേഴ്സ് ഇൻ മുംബൈ. മുംബൈയിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് പറയുന്നത്. അപ്പോൾ മുംബൈയിൽ എന്താണ് സംഭവിക്കുന്നത്, വീട്ടിൽ ഓരോ ജോലി ചെയ്ക്ക് പോകുന്ന ആളുകളും അവരുടെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് അവർക്ക് നേരത്തെ കഴിച്ചു പോരാനും കൊണ്ടുവരാനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ നിന്നും അത് ക്യാരി ചെയ്ത് ഓഫീസിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നവരെ, അത് ഹോം കുക്ക്ഡ് മീൽസിന് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം കൊണ്ടെത്തിക്കുന്ന ആളുകളെയാണ് അത് ക്യാരി ചെയ്ത് പോകുന്നവർ, വെച്ചുണ്ടാക്കുന്നവരല്ല കേട്ടോ, ക്യാരി ചെയ്ത് പോകുന്നവരാണ് ഡബ്ബാവാലാസ്. Dabbawala system of delivering tiffins involves a complex network of codes, colors and symbols to ensure that each tiffin reaches its correct destination. അപ്പോൾ ഒരുപാട് ടിഫിൻ കാരിയേഴ്സ് ഇവരടുത്തുണ്ടായിരിക്കും. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയത് അതിൻ്റെ ഒറിജിനൽ ഉടമസ്ഥനിലേക്ക് തന്നെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സിസ്റ്റംസ് വേണം. അതിന് അവർ ഒരുപാട് നെറ്റ്വർക്ക് ഓഫ് കോഡ്സ്, എന്താ പറയുക, കോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്, കളറുകൾ യൂസ് ചെയ്യുന്നുണ്ട്, സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ അതൊക്കെയും ചിട്ടയോടുകൂടി ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കും. മാറി പോകാൻ പാടില്ലല്ലോ ഭക്ഷണം, അങ്ങനെ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡബ്ബാവാലാസ് റിമാർക്കബിൾ എബിലിറ്റി ടു ഡെലിവർ തൗസൻഡ്സ് ഓഫ് ടിഫിൻസ് എവറി ഡേ വിത്തൗട്ട് എറർ. അപ്പോൾ അവർക്ക് ആ ഒരു മിസ്റ്റേക്കൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഓണേഴ്സിന് തന്നെ ഫുഡ് എത്തിക്കുക, അതേപോലെ തിരിച്ച് പാത്രം കളക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു എബിലിറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഓർഗനൈസേഷനാണ് അവിടെ കാണിക്കുന്നത്. പ്രൊവൈഡ്സ് എ ഗ്ലിംസ് ഇൻ ടു ദ ലൈഫ്സ് ആൻഡ് ട്രഡീഷൻസ് ഓഫ് ദീസ് അൺസങ് ഹീറോസ് ഓഫ് മുംബൈ സ്ട്രീറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഇവരും എന്ത് തന്നെയാണ്, ഒരു നായകന്മാർ തന്നെയാണ്, അല്ലെങ്കിൽ ഹീറോസ് തന്നെയാണ്. അവർ നമ്മൾ എവിടെയും എന്ത് ചെയ്യാണ്, അവരെക്കുറിച്ച് എവിടെയും മെൻഷൻ ചെയ്യുന്ന നമ്മൾ കാണില്ല, ആരും അവരെക്കുറിച്ച് വാഴ്ത്തിപ്പാടാനില്ല. എന്നിരുന്നാലും അവരും ഇത്തരത്തിൽ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട വിഭാഗം ആളുകൾ തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചാപ്റ്റർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന ചാപ്റ്റർ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്നുള്ളതാണ്. ദ ഓഥർ റിഫ്ലക്ട്സ് ഓൺ ദി ആൻറ്റിസിപ്പേഷൻ ഓഫ് ദി മൺസൂൺ ഇൻ കേരള ആമിഡ്സ് ടർബുലൻസ് ഡ്യൂറിംഗ് ഹർ ഫ്ലൈറ്റ്. നമ്മുടെ ഓഥർ ഇങ്ങനെ നാട്ടിലോട്ട് വരുന്നതാണ് അതിൽ ഫസ്റ്റ് വരുന്ന ഒരു രംഗം എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൈറ്റിലാണ് അവർ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ ആ ഒരു എന്താ പറയുക, ആൻറ്റിസിപ്പേഷൻ ഓഫ് മൺസൂൺ, കേരളത്തിൽ ഇപ്പോൾ മൺസൂണാണ്. അപ്പോൾ മൺസൂണിനോടുള്ള ഒരു പ്രതീക്ഷ, മഴയോടുള്ള അതിതീവ്രമായ ആഗ്രഹം, മഴ കാണാൻ വേണ്ടിയിട്ടും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ പോണത്. പാസഞ്ചേഴ്സ് മെയിൻലി യങ് മെൻ ഫ്രം നോർത്തേൺ ഇന്ത്യ എക്സ്പ്രസ്സസ് ആങ്സൈറ്റി ഡ്യൂ ടു പാസ്റ്റ് ഫ്ലഡ്സ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഇടി മിന്നൽ അതേപോലെ തന്നെ ജസ്റ്റ് ഒരു എന്താ പറയുക ഷേക്കിംഗ് ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ ഇവർ ബാക്കിയുള്ള ആളുകൾ, അതായത് നോർത്തേൺ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ പേടിക്കണം, അയ്യോ എന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ നമ്മുടെ ഓഥർക്ക് അറിയാം എന്താണ് സംഭവം, ഇത് മഴ വരുന്നതിൻ്റെയാണ്, മൺസൂണിൻ്റെ വരവ് അറിയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് കൂടുതൽ ഹാപ്പിനെസ് വരികയാണ് ചെയ്യുന്നത്. കാരണം അവർ എന്തിനു വേണ്ടിയിട്ടാണ് വരണേ, ഈ മഴയെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ വരുന്നത്. ദ മൺസൂൺ ഹാസ് ബീൻ ഡിലേഡ് കോസിങ് ഡിസപ്പോയിൻമെൻറ്റ് എമംഗ് വില്ലേജേഴ്സ് ആൻഡ് കൺസേൺസ് അബൌട്ട് വാട്ടർ സ്കാർസിറ്റി. അപ്പോൾ ഓൾറെഡി മൺസൂൺ വരേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വൈകി വരുന്നത് കൊണ്ട് തന്നെ എന്താണ്, എല്ലാവരും ഭയങ്കര നിരാശരാണ്, ഗ്രാമവാസികളൊക്കെ. അതേപോലെ തന്നെ ആ ഒരു വെള്ളത്തിനൊക്കെ ദൗർലഭ്യമൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു മൺസൂൺ വരാൻ വേണ്ടിയിട്ടാണ്. ദ ഓഥേഴ്സ് അങ്കിൾ ഷെയർസ് മെമ്മറീസ് ഓഫ് ദി മൺസൂൺസ് ഇമ്പാക്ട് ഓൺ ദി വില്ലേജ്. അങ്ങനെ ഓഥറിൻ്റെ അങ്കിൾ ഇതേപോലെ തന്നെ മൺസൂൺ കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഫൈനലി ദ മൺസൂൺ അറൈവ്സ് ബ്രിങ്ങിങ് സെൻസ് ഓഫ് വെൽ ബീയിങ് ആൻഡ് ജോയ് ടു ദ ഓഥർ ആസ് ഷി എൻജോയ്സ് ദ റെയിൻസ് ബ്യൂട്ടി. അതേപോലെ തന്നെ അവസാനം എന്ത് ചെയ്യാണ്, മൺസൂൺ വരുന്നുണ്ട്. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുന്നുണ്ട് മൺസൂൺ വരുന്നു, അവരത് വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. കാരണം അവർ ആ സമയത്ത് നാട്ടിലേക്ക് വന്നിട്ടുള്ളത് തന്നെ അവർ മൺസൂൺ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചാപ്റ്റർ ദ അൺസ്റ്റോപ്പബിൾ സോൾ സഫർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓൾറെഡി ആ ഒരു എന്താ പറയുക
സർഫറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസ് ആണ് നേരിടേണ്ടി വന്നത്, അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ മുന്നോട്ട് വന്നതെന്നൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ടും പറയണം. ഇറ്റ് ഈസ് ഇൻസ്പയറിംഗ് ട്രൂ സ്റ്റോറി ഓഫ് ബെഥാനി ഹാമിൽട്ടൺ, എ പ്രൊഫഷണൽ സർഫർ ഹു ലോസ്റ്റ് ഹർ ആം ഇൻ എ ഷാർക്ക് അറ്റാക്ക് ഇൻ 2003. ആ വർഷമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ 2003 നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ബെഥാനി ഹാമിൽട്ടൺ എന്ത് സംഭവിക്കുന്നത്, ഷാർക്ക് അറ്റാക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ഷാർക്കിൻ്റെ അറ്റാക്ക് കാരണം എന്ത് ചെയ്യാണ്, അവർക്ക് അവരുടെ ഒരു കൈ, ഒരു ആം നഷ്ടപ്പെടുകയാണ്. അവർ സർഫറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറിലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ എന്താണ് സർഫർ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ഭാവി എന്തായി പോയി എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ടും പറയുന്നത്. ദ ബുക്ക് ക്രോണിക്കൽസ് ബെഥാനീസ് ലൈഫ് ഫ്രം ഹർ ഏർലി ഡേയ്സ് ആസ് എ യങ് സർഫർ ഇൻ ഹവായ് ടു ദ ഫേറ്റ്ഫുൾ ഡേ ഓഫ് ദ ഷാർക്ക് അറ്റാക്ക്. അപ്പോൾ നല്ലൊരു സർഫർ എന്നുള്ള രീതിക്ക് എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ്, അതേപോലെ തന്നെ ഒരു ഷാർക്ക് അറ്റാക്ക് ഉണ്ടാവുന്നത് വരെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത്, അതിനുശേഷം എന്തൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഡെസ്പൈറ്റ് ദ ഡിവേസ്റ്റേറ്റിംഗ് ഇഞ്ചറി, ബെഥാനീസ് ഫെയ്ത്ത്, determination and support from her family and friends enabled her to overcome the challenges and return to surfing. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും ഒരു കൈയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് സർഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ട് അവരുടെ ആ ഒരു വിശ്വാസവും അവരുടെ ഒരു ഡെഡിക്കേഷനും അതേപോലെ സമൂഹത്തിൽ നിന്നും അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ കാരണം അവരെന്ത് ചെയ്യാണ്, ആ ഒരു ചാലഞ്ചിനെയൊക്കെ അവർ ഓവർകം ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും ആ ഒരു സർഫിങ്ങിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കണം. ദ ബുക്ക് ഈസ് എ ടെസ്റ്റമെന്റ് to Bethany's courage, resilience and passion for surfing as well as a strong Christian faith. അപ്പോൾ ഈ ഒരു ബുക്കിൽ എന്തൊക്കെ പറയുന്നുണ്ടെന്നാ പറയണേ, ബെത്താനിയുടെ ആ ഒരു ധൈര്യവും അതേപോലെ തന്നെ പ്രശ്നങ്ങളെയൊക്കെ എന്താ പറയുക റെസിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവും അവർക്ക് ആ ഒരു സർഫിങ്ങിനോടുള്ള അവരുടെ ഒരു ഇഷ്ടവും പാഷനും കാര്യങ്ങളൊക്കെ നമുക്ക്, അതേപോലെ ക്രിസ്ത്യൻ ഫെയ്ത്തിനോടുള്ള അവരുടെ ആ ഒരു വിശ്വാസവും എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ത്രൂ ഹർ സ്റ്റോറി ബെഥാനി ഇൻസ്പയർസ് റീഡേഴ്സ് ടു ഫേസ് ദെയർ ഓൺ ചാലഞ്ചസ് വിത്ത് കറേജ് ആൻഡ് പെർസീവറൻസ് ആൻഡ് ടു ട്രസ്റ്റ് ഇൻ ദെയർ ഓൺ ഇന്നർ സ്ട്രെങ്ത് ആൻഡ് റെസീലിയൻസ്. അവരുടെ ആ സ്റ്റോറി കൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വായനക്കാർക്ക് കൂടെ എന്ത് തോന്നണം, എൻ്റെ മുന്നിലുള്ള ചാലഞ്ചുകളിനൊക്കെ എനിക്ക് ധൈര്യവും അതേപോലെ എൻ്റെ ഡെഡിക്കേഷനും ആ ഒരു കാര്യം ചെയ്യാനുള്ള ഉത്സാഹമൊക്കെ കാരണം എനിക്ക് തരണം ചെയ്യാൻ സാധിക്കണം. എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഞാൻ എന്നിൽ സ്വയം വിശ്വസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ഇന്നർ സ്ട്രെങ്ത്തും അതേപോലെ തന്നെ റെസീലിയൻസിലൊക്കെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ആ ഒരു എന്താ പറയുക തോട്ട് നമ്മുടെ റീഡേഴ്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ വരുന്ന ഷീൽഡ് ഓഫ് കറേജ് ആണ്. അപ്പോൾ ഇതിനകത്ത് നീരജ ഭാനട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഒരു 23-year-old ഇന്ത്യൻ ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിരുന്നു. ഷീ സേവ്ഡ് ദ ലൈവ്സ് ഓഫ് 359 പാസഞ്ചേഴ്സ്, 359 പാസഞ്ചേഴ്സിൻ്റെ ജീവനാണ് അവരന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ഇൻസിഡൻറ്റ്, പാൻ ആം ഫ്ലൈറ്റ് 73 ഡ്യൂറിങ് എ ഹൈജാക്കിംഗ് ഇൻ 1986 നടന്നൊരു ഹൈജാക്കിംഗ് ആയിരുന്നു. നമുക്കറിയാം ആ ഒരു എന്താ പറയുക അതിനെ അവരുടെ ആ ഒരു ഫ്ലൈറ്റിനെ തന്നെ എന്താ പറയുക അതിൻ്റെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഫുൾ കൺട്രോൾ കുറച്ച് ആളുകൾ പുറത്തുനിന്നുള്ള ആളുകൾ ഏറ്റെടുക്കുന്നതിനാണ് നമ്മൾ ഹൈജാക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ പേരാണ് പാൻ ആം ഫ്ലൈറ്റ് 73 എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഷീ സേവ്ഡ് ലൈവ്സ് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ് ബൈ ഹൈഡിങ് ദെയർ പാസ്പോർട്ട്സ് ആൻഡ് ഹെൽപ്പിംഗ് ദം എസ്കേപ്പ്, അൾട്ടിമേറ്റ്ലി സാക്രിഫൈസിങ് ഹർ ഓൺ ലൈഫ്. സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് അവരെന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓൾറെഡി ഈ ഒരു ഹൈജാക്കേഴ്സ് ആരെയാണ് എയിം ചെയ്തിട്ടുള്ളത്, അമേരിക്കൻസിനെയാണ്. അപ്പോൾ അവരാരാണ് അമേരിക്കൻസ് എന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നീരജ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അമേരിക്കൻ പാസഞ്ചേഴ്സിൻ്റെ പാസ്പോർട്ട്സൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഷി വാസ് ഷോട്ട് ആൻഡ് കിൽഡ് ബൈ ദ ഹൈജാക്കേഴ്സ് വൈൽ വാലിയൻലി ഷീൽഡിങ് 3 children. അതേപോലെ തന്നെ 3 കുട്ടികളെ സംരക്ഷിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വെടിയേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഹർ ബ്രേവറി ആൻഡ് സെൽഫ്ലെസ്നെസ് ഏൺഡ് ഹർ ന്യൂമറസ് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്. അപ്പോൾ അവരുടെ മരണശേഷമാണെങ്കിലും അവരുടെ ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് അത്രയും പ്രശംസനാർഹമാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് അവർക്ക് ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ദ അശോക ചക്ര, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഫോർ ബ്രേവറി. ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആയിട്ടുള്ള അശോക ചക്ര വരെ അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, മരണശേഷം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നീരജ ഭാനട്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എത്രയാണ് ഈ റിവിഷൻ വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. താങ്ക്